ശബരിമലയിലെ വിശുദ്ധിയെയും ഭക്തവിശ്വാസങ്ങളെയും മുറിവേൽപ്പിച്ച സ്വർണ്ണക്കൊള്ള കേസിൽ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഭക്തിയുടെയും സേവനത്തിന്റെയും മുഖംമൂടി അണിഞ്ഞ് ക്ഷേത്ര സന്നിധിയിൽ നടത്തിയത് ആസൂത്രണം ചെയ്ത വലിയൊരു തട്ടിപ്പായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. ബംഗളൂരു ഉണ്ണിത്തിരുമേനി എന്നറിയപ്പെട്ടിരുന്ന ഇയാള് പടിപടിയായിട്ടാണ് ശബരിമലയിൽ തന്നെ സ്വാധീനം ഉറപ്പിച്ചത്. 2016 മുതൽ സന്നിധാനത്ത് സജീവമായ ഇയാൾക്ക് അന്നത്തെ തന്ത്രിയുടെ പിന്തുണ ലഭിച്ചിരുന്നു എന്നത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മറ്റുള്ളവർ നൽകുന്ന പണം ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും അതിന്റെ മുഴുവൻ ഖ്യാതിയും പേരും സ്വന്തം പേരിലാക്കി ഉന്നത സ്വാധീനം നേടിയെടുക്കുകയുമായിരുന്നു ഇയാളുടെ ശൈലി. ഇതിലൂടെ ലഭിച്ച വിശ്വാസത്യം മുതലെടുത്താണ് ശ്രീകോവിലിനുള്ളിലെ സ്വർണ്ണപ്പാളികളിൽ വരെ ഇയാൾ കൈവച്ചത്. 2017 സന്നിധാനത്തെ മണികൾ മാറ്റിവെച്ച സംഭവത്തിലാണ് പോറ്റിയുടെ ഈ ഇരട്ടമുഖം ആദ്യമായി പ്രകടമാകുന്നത്. അന്ന് മണികൾ നിർമ്മിക്കാനും സ്ഥാപിക്കാനും പണം മുക്കിയത് ബംഗളൂരുവിലെ വ്യവസായിയായ ഇളമ്പള്ളി സ്വദേശി അജികുമാറും അദ്ദേഹത്തിന് സഹായിയായി വാസുദേവനുമായിരുന്നു. എന്നാൽ ഇതിന്റെ എല്ലാം സൂത്രധാരിയായി അറിയപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും. 17ാം പടിയോട് ചേർന്നുള്ള കൂറ്റൻ തൂണുകളും മണികളും സ്ഥാപിക്കാനായി 14 ലക്ഷത്തോളം രൂപയാണ് അന്ന് ചിലവായത്. മാന്നാർ സ്വദേശിയായ ശില്പിയെ കൊണ്ട് പണിയിച്ച 3 മണികളിൽ 2 എണ്ണം സന്നിധാനത്തും ഒരെണ്ണം ഇളമ്പള്ളി ക്ഷേത്രത്തിലും സ്ഥാപിച്ചു. സന്നിധാനത്തെ പഴയ മണികളിലൊന്ന് കടത്താൻ നീക്കം നടന്നെങ്കിലും ആചാരപരമായ വിലക്കുകൾ വന്നതോടെ അത് പമ്പയിലേക്ക് മാറ്റുകയായിരുന്നു. ഇത്തരത്തിൽ ഓരോ ഘട്ടത്തിലും സ്പോൺസർമാരെ കണ്ടെത്തി അവരെ ഭക്തിയുടെ മറവിൽ ചൂഷണം ചെയ്തത് സന്നിധാനത്തെ നിർണായകമായ പല ചുമതലകളും പോറ്റിയുടെ കൈകളിലാക്കി. 2016 തിടപ്പള്ളി നവീകരണത്തിലൂടെ തുടങ്ങിയ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് 2017 അന്നദാനത്തിന് ലക്ഷങ്ങൾ നൽകിയും പിന്നീട് 2019 ശ്രീകോവിൽ കട്ടിളയിലും വാതിലിലും സ്വർണം പതിപ്പിക്കുന്ന കരാറുകളിലേക്കും നീങ്ങി. യഥാർത്ഥത്തിൽ ഇതിനെല്ലാം പണം മുക്കിയവർ പലപ്പോഴും ഇത്തരം കൊള്ളക്കഥകളെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല. ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപാളികൾ പാകമാകാതെ വന്നപ്പോൾ അത് വാസുദേവൻ എന്ന തന്റെ സഹായിയെ ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ് പോറ്റി ചെയ്തത്. പിന്നീട് ഈ വിവാദം കത്തിയതോടെയാണ് വാസുദേവൻ ഇവ പോറ്റിക്ക് തന്നെ തിരികെ നൽകിയത്. ഈ സംഭവത്തിൽ വാസുദേവന് തട്ടിപ്പിൽ നേരിട്ട് പങ്കില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ പോറ്റിയുടെ വിശ്വസ്തനായിരുന്ന ഇയാൾക്ക് പല രഹസ്യ ഇടപാടുകളെ കുറിച്ചും അറിവുണ്ടാകാമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. സ്വർണ്ണക്കൊള്ളയുടെ ഏറ്റവും നിർണായകമായ തെളിവിപ്പോൾ വിക്രം സാരാഭായി സ്പേസ് സെന്റർ പുറത്തുവിട്ട ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ടാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ കൊണ്ടുവന്ന കട്ടിളപ്പാളികളിലും ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണത്തിന്റെ അളവിൽ വലിയ കുറവുണ്ടെന്ന് റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നു. 1998 ക്ഷേത്രത്തിൽ സ്ഥാപിച്ച യഥാർത്ഥ പാളികളുമായി ഇവ താരതമ്യം ചെയ്തപ്പോൾ രാസഘടനയിലും ഭാരത്തിലും പ്രകടമായ മാറ്റം കണ്ടെത്തി. 15ഓളം സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നും ഇപ്പോൾ അവിടെയുള്ളത് പഴയ സ്വർണ്ണമല്ലെന്ന് ശാസ്ത്രീയമായി തെളിയിക്കുകയാണ്. നിലവിൽ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് പുതിയ സ്വർണമാണെങ്കിൽ ക്ഷേത്രത്തിലെ പഴക്കമേറിയതും പുരാവസ്തു മൂല്യമുള്ളതുമായ ആ യഥാർത്ഥ സ്വർണം എവിടെ പോയി എന്ന ചോദ്യമാണ് അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്നത്. അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയുമായി പോറ്റിക്കും സംഘത്തിനും ബന്ധമുണ്ട് എന്നടക്കമുള്ള അതീവ ഗൗരവകരമായ കാര്യങ്ങൾ ഇതിലൂടെ ഉയർന്നു വരുന്നു. അയ്യപ്പ വിഗ്രഹത്തിന് തൊട്ടു മുന്നിലുണ്ടായിരുന്ന സ്വർണത്തിന് അതിന്റെ പരിശുദ്ധിയേക്കാൾ ഏറെ പഴക്കം മൂലമുള്ള ചരിത്രപരവും സാംസ്കാരികപരവുമായ വലിയ മൂല്യമുണ്ടായിരുന്നു. അയ്യപ്പ വിഗ്രഹത്തിന് തൊട്ടു മുന്നിലുണ്ടായിരുന്ന സ്വർണത്തിന് അതിന്റെ പരിശുദ്ധിയേക്കാളേറെ പഴക്കം മൂലമുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ വലിയ മൂല്യമുണ്ടായിരുന്നു. ഈ സ്വർണം അപഹരിച്ച് പകരം ഡ്യൂപ്ലിക്കേറ്റ് പാളികൾ സ്ഥാപിച്ചുവെന്ന കണ്ടെത്തൽ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ കേസിന്റെ സ്വഭാവം മാറും. സ്വർണത്തിന്റെ കൃത്യമായ അളവ്, പരിശുദ്ധി, പഴക്കം എന്നിവ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് ADGP നേരിട്ടാണ് കോടതിയിൽ സമർപ്പിക്കുന്നത്. കാണാതായ സ്വർണം വീണ്ടെടുക്കുക എന്നത് അന്വേഷണ സംഘത്തിന് മുന്നിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. പോറ്റി വെറും ഒരു ഇടനിലക്കാരൻ മാത്രമായിരുന്നോ അതോ ഇതിന് പിന്നിൽ വലിയൊരു സംഘം പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നത് വരും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലിലൂടെ വ്യക്തമാകും. ശബരിമലയുടെ പവിത്രതയെ വിൽക്കാൻ ശ്രമിച്ച ഈ മാഫിയയെ പിടികൂടാൻ കൂടുതൽ കർശനമായ നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയാണ്.